Hi all, welcome to Mask. അപ്പോൾ മാസ്കിൻ്റെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെലോസിറ്റി, എന്താണ് സ്പീഡ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടേംസാണ് എന്താണ് വെലോസിറ്റി, എന്താണ് സ്പീഡ് എന്നുള്ള കാര്യം. അപ്പോൾ വെലോസിറ്റിയും സ്പീഡും അറിയുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ചെറിയൊരു വീഡിയോയിൽ നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ എയിൽ നിന്ന് നമുക്ക് സി എന്ന വീട്ടിലേക്കാണ് എത്തേണ്ടത്. അതിനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എ ടു സി. പക്ഷെ നമുക്കുള്ള വഴി എന്ന് വെച്ചാൽ എ ബി സി എന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ എടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 7 മീറ്റർ. പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയാണെങ്കിലോ 5 മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ലാസ്റ്റ് പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് സ്പീഡിലേക്ക് കിടക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നമുക്ക് സ്പീഡിന് പ്രത്യേക ഡയറക്ഷൻ ഒന്നുമില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പോകാത്തൊരു സംഭവമാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാ സംഭവത്തിലും സ്പീഡാണ് യൂസ് ചെയ്യുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ സ്പീഡാണ് അളക്കുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റി ഈസ് ദ സ്പീഡ് വിത്ത് ഡയറക്ഷൻ. ഡയറക്ഷനുള്ള സ്പീഡിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഒന്നുമില്ല, സ്പീഡിൻ്റെ കൂടെ അതിന് ഡയറക്ഷനും കൂടെ ഉണ്ടാകും, അതാണ് വെലോസിറ്റി. അതുകൊണ്ട് ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. സ്പീഡ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യത്തെ ചിത്രത്തിലേക്ക് തന്നെ പോവാം. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 7 ഡിവൈഡ് ബൈ ടൈമാണ്. വെലോസിറ്റിയോ 5 ഡിവൈഡ് ബൈ ടൈം, അത്രയേ ഉള്ളൂ. ഇനി ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കാം. നമ്മളൊരു 10 മീറ്റർ സൈക്കിൾ ഓട്ടാൻ പോവുകയാണ്. ഒരു സർക്കുലർ പാത്തിലാണ് നമ്മൾ സൈക്കിൾ ഓടുന്നത്. എ എന്ന പോയിന്റിൽ തുടങ്ങി എ എന്ന പോയിന്റിലാണ് നമ്മൾ അവസാനിക്കുന്നത്. ഒരു 5 സെക്കൻഡാണ് നമ്മൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. 5 സെക്കൻഡോട് നിങ്ങൾ 10 മീറ്റർ സൈക്കിൾ ഓട്ടുന്നു. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രയാണ് ഇതിൻ്റെ നിങ്ങളുടെ വെലോസിറ്റി, എത്രയാണ് നിങ്ങളുടെ സ്പീഡെന്ന്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, നിങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡാണ്. കാരണം 10 ഡിവൈഡ് ബൈ 5 2. പക്ഷെ നിങ്ങളുടെ വെലോസിറ്റിയോ 0. കാരണം എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു എൻഡിങ് പോയിന്റ്. അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. ബോഡിക്ക് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച വെലോസിറ്റി 0 ആകും. ഓക്കെ.